അങ്ങനെ അഞ്ജന പറയുന്നുണ്ട്, എനിക്കെൻ്റെ റാണിമോളെ ഒന്നും കൂടി കാണണമെന്നുണ്ട്, അവളെ ഒന്ന് കണ്ടുപിടിച്ച് തരാമോ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് വേറെ ഒന്നും വേണ്ട. അപ്പോൾ നന്ദൻ പറയുന്നുണ്ട്, അഞ്ജന ഞങ്ങൾ വന്നത് പല കാര്യങ്ങൾ നീയുമായിട്ടൊന്ന് ആലോചിക്കാനാണ്. അപ്പോൾ അരുണിമയും പറയാണ്, സത്യം, നമ്മൾ കൂട്ടായി ഇരിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും കണ്ടുപിടിക്കാനുണ്ടാകും. അപ്പോൾ നന്ദൻ പറയാണ്, അതിനാദ്യം ചെയ്യേണ്ടത് നമ്മുടെ മകൾ റാണി അവൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കുകയാണ്. അവൾ എവിടെയാണെന്ന് എന്തെങ്കിലും സൂചന തനിക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അഞ്ജന പറയുന്നുണ്ട്, ഇല്ല, എനിക്കൊന്നും അറിയില്ല. ആ കമ്മീഷണർ നിന്റെ സഹോദരൻ, അയാൾ എവിടെയാണെന്ന് അറിയാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴും അഞ്ജന പറയുന്നുണ്ട്, എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. അയാൾ നമ്മുടെ പിറകെ തന്നെയുണ്ട്. അയാൾ തന്നെയായിരിക്കും നമ്മുടെ മകൾ റാണിയെ ഒളിപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ നന്ദൻ പറയാണ്. അയാളെ നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ എന്നൊക്കെ പറയാണ്. അപ്പോൾ അരുണിമ പറയുന്നുണ്ട്, അഞ്ജനെ സഹോദരനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ അറിയിക്കണം എന്ന് പറയാണ്. അപ്പോൾ അഞ്ജന, അറിയിക്കാം, റാണിയെ കണ്ടു കിട്ടിയാൽ അവൾക്ക് അച്ഛനില്ല, അമ്മയുടെ സ്നേഹമെങ്കിലും എനിക്ക് അവൾക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ നന്ദൻ പറയാണ്, റാണിക്ക് അച്ഛനില്ലാന്ന് ആര് പറഞ്ഞു? ഞാനാണ് റാണിമോളുടെ അച്ഛൻ എന്ന് നന്ദൻ പറയാണ്. ഇത് കേൾക്കുമ്പോൾ അഞ്ജനയ്ക്ക് സന്തോഷമാവാൻ കേട്ടോ. എന്നിട്ട് നന്ദൻ പറയുന്നത്, എൻ്റെ ഭാര്യയുടെ മുൻപിൽ വെച്ചാണ് ഞാനിത് പറയുന്നത്. നമ്മൾ 3 പേരും മാത്രം അറിയാവുന്ന ഒരു രഹസ്യമല്ലത്, നാട്ടുകാർ വരെ അറിയാൻ പോവുകയാണ് റാണിയുടെ അച്ഛൻ ഞാനാണെന്ന്. അപ്പോൾ അഞ്ജന പറയുന്നുണ്ട്, വേണ്ട, മറ്റാരും ഇതറിയണ്ട, എനിക്കൊരു പ്രാവശ്യം ഇത് കേൾക്കണമെന്നുണ്ടായിരുന്നു, അത് ഞാൻ കേട്ടു, എൻ്റെ മനസ്സ് നിറഞ്ഞു. ഒരു വലിയ നിലയിലെത്തിയ ആളാണ് നിങ്ങൾ. ഇങ്ങനെയൊരു ബന്ധമുണ്ടെന്നും അതിലൊരു മകളുണ്ടെന്നും ഒക്കെ നാട്ടുകാരറിഞ്ഞാൽ അത് വേണ്ട, ബന്ധുക്കളൊന്നും സമ്മതിക്കില്ല എന്ന് പറയാൻ അഞ്ജന. അപ്പോൾ അരുണിമ പറയാണ്, അഞ്ജനയെ ബന്ധുക്കളോടൊക്കെ നന്നിട്ട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അഞ്ജനയെയും മകളെയും ഞാനും അങ്ങളും അംഗീകരിച്ചു. അപ്പോൾ അഞ്ജന, വേണ്ട അരുണിമ. അരുണിമയുടെ മുഖത്ത് വരെ നോക്കാൻ പോലും എനിക്ക് കുറ്റബോധം തോന്നുന്നു. എങ്ങനെ സഹിക്കുന്നു ഇതൊക്കെ? നിങ്ങളുടെ കാൽ തൊട്ട് നമസ്കരിക്കാൻ തോന്നുവാണ് എനിക്ക് എന്നൊക്കെ പറഞ്ഞ് അഞ്ജന കരയാണ്. നന്ദനാകട്ടെ ഒരു വിഷമത്തിൽ തന്നെ താഴോട്ട് നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അരുണിമ പറയുന്നുണ്ട്, എനിക്കറിയാം നിങ്ങൾ 2 പേരും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. പക്ഷേ സാഹചര്യങ്ങൾ വിധിയൊരുക്കിയ വഴിയിലാണ് നിങ്ങൾ 2 പേരും ഇങ്ങനെയായത്. ഇനി ഞങ്ങൾ 2 പേരുടെയും എല്ലാ പിന്തുണയും അഞ്ജനയ്ക്കുണ്ട്. സാമ്പത്തികപരമായും സാമൂഹികപരമായും ഞങ്ങളൊപ്പമുണ്ട്. ഇങ്ങനെയൊക്കെ അരുണിമ പറയുമ്പോൾ അഞ്ജന പറയുന്നുണ്ട്, അരുണിമ പറഞ്ഞത് കേൾക്കുമ്പോഴൊക്കെ എനിക്ക് സന്തോഷമുണ്ട്. എനിക്കും എൻ്റെ മോൾക്കും മാത്രമായി എവിടെയെങ്കിലും പോയി സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കണം. അത് സാധിച്ചു തന്നാൽ മതി എന്ന് പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അരുണിമ പറയുന്നുണ്ട്, ഇപ്പോഴത്തെ ഭർത്താവിൽ നിന്നും എന്തെങ്കിലും ഭീഷണി ഉണ്ടായാൽ അതും ഞങ്ങളോട് അറിയിക്കണം, അത് ഞങ്ങൾ നോക്കിക്കോളാം. എന്തായാലും നമുക്ക് ആദ്യം ആ കമ്മീഷണറെ ഒന്ന് കണ്ടുപിടിക്കണം, എന്നിട്ട് നിൻ്റെ മുന്നിൽ വന്ന് നിൽക്കും. ശേഷം വീണ്ടും ഒരിക്കൽ കൂടി എനിക്ക് കമ്മീഷണർ കാണും. അത് പൂജയുടെ കുടുംബത്തിൻ്റെ ഭാവിയെ സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പറയാണ്ട് നന്ദൻ. ഇത് കേൾക്കുമ്പോൾ അഞ്ജന ചോദിക്കുകയാണ്, പൂജയ്ക്ക് എന്തു പറ്റി? അപ്പോൾ അരുണിമ പറയുന്നത്, അതൊക്കെ നമുക്ക് പിന്നീട് പറയാം, സമാധാനമായിട്ടിരുന്നോളൂ, എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞ് അവരിൽ നിന്ന് ഇറങ്ങാൻ കേട്ടോ. അവർ പോയതിനു ശേഷം അവിടെ അഞ്ജനയുടെ ഭർത്താവ് പ്രത്യക്ഷപ്പെടുകയാണ്. അവരെ കണ്ടതും അഞ്ജന ആകെ ഷോക്കാകുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ സിനിമയിൽ കാണുന്നത് പോലെ എല്ലാം ശുഭം എന്ന് നമുക്ക് എഴുതി കാണിക്കാമല്ലോ. പഴയ കാമുകൻ കോടീശ്വരനായി തിരിച്ചു വരുന്നു. പഴയ കാമുകൻ്റെ ഭാര്യ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നു. പക്ഷേ ഒരു കാര്യം, ഇപ്പോഴത്തെ ഭർത്താവിനെ ചവിട്ടി പുറത്താക്കാനെന്ന് മനസ്സിൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. എന്നെ അട്ടിമറിച്ചുകൊണ്ട് സമാധാനം പുനഃസ്ഥാപിക്കാമെന്ന് ഇവിടെ ആരും സ്വപ്നം കാണുകയേ വേണ്ട. അപ്പോൾ അഞ്ജന പറയാണ്, ഇവിടെ ആരെ അട്ടിമറക്കാനോ ഇല്ലാതാക്കാനോ വേണ്ടിയിട്ടല്ല അവർ വന്നത്, എൻ്റെയും എൻ്റെ മോളുടെയും ജീവിതം തിരിച്ചു തരാനാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, സിനിമയിൽ നടക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. ആ അരുണിമയെ പോലുള്ള സ്ത്രീകളെ സിനിമയിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ അങ്ങനെയുള്ള ആളുകളും ജീവിതത്തിലുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റി. എന്ത് മനസ്സിലാക്കിയാലും ശരി, ഞാൻ ഇവിടെ പോകുമെന്ന് നീ വിചാരിക്കും. എന്നെയും എൻ്റെ മോനെയും പുറത്താക്കിയിട്ട് ഒരു നന്ദഗോപനും എൻ്റെ സ്വത്തുക്കൾ കൊണ്ടുപോകില്ല. അപ്പോൾ അഞ്ജന പറയുന്നത്, അവർ ഒന്നും തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടെ വന്നത്, എൻ്റെയും റാണിയുടെയും ജീവിതത്തിനൊരു വ്യവസ്ഥ ഉണ്ടാക്കാനാണ്. പിന്നീട് അഞ്ജന പറയുന്നത്, എന്നെ ബുദ്ധിമുട്ടിലാക്കുന്ന ആരായാലും ഇനി ബുദ്ധിമുട്ടിലാകും. അപ്പോൾ നീ എന്നെയാണോ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കാൻ കേട്ടോ അവിടെ ഹസ്ബൻഡ്. അതെ, നിങ്ങളാണെങ്കിൽ നിങ്ങളെ തന്നെ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെയൊക്കെ എടി എന്ന് പറഞ്ഞിട്ട് അവർ കയ്യോങ്ങാട്ടോ അഞ്ജനയുടെ നേരം. പക്ഷെ അഞ്ജനയൊക്കെ ഇപ്പോൾ നല്ല ധൈര്യം വെച്ചിരിക്കുകയാണ് കേട്ടോ, ഭയങ്കര ആത്മവിശ്വാസമൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ അവരുടെ കൈ പിടിക്കുകയാണ്. അവൾ കൈ തടഞ്ഞപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ കൈ നീ തടയുമല്ലേ? അപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ കൈയല്ല, എൻ്റെ മുഖത്തിന് നേരെ വന്ന കൈയാണ് ഞാൻ തടഞ്ഞത്. ആ വരുന്നത് ആരുടെ കൈയാണെങ്കിലും ഞാൻ തടയും. എനിക്ക് ചോദിക്കാനും പറയാനും ഒക്കെ ഇപ്പോൾ ആളുണ്ട് എന്ന് അഞ്ജന അവകാശപ്പെടുകയാണ്. അതിൻ്റെ ബലം എനിക്ക് കിട്ടിക്കഴിഞ്ഞു. പഴയ അഞ്ജനയല്ല ഞാൻ. എന്നെ ഇനി ചവിട്ടി തെച്ച് കളയാമെന്ന് ആരും വിചാരിക്കേണ്ട. എൻ്റെ ജീവിതത്തിൽ നിന്ന് ആരോടും കടന്നു പോകാമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഇനി എൻ്റെ സമാധാനം ഇല്ലാതാക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. ജീവിതത്തിൽ തിരിച്ചറിവ് അറിയാത്തൊരു സമയത്ത് അറിയാതെ സംഭവിച്ചു പോയ ഒരു തെറ്റ്, ആ തെറ്റിൻ്റെ ഭാരത്തിൽ ഇത്രയും കാലം ഞാൻ കണ്ണീര് കുടിച്ചു. ആ തെറ്റിനെ മുന്നിൽ നിർത്തി അതിനെക്കുറിച്ച് പറഞ്ഞും മുതലെടുത്തും നിങ്ങൾ എൻ്റെ ജീവിതം നരകതുല്യമാക്കി.
എന്തും മിണ്ടാതെ അനുസരിക്കുന്ന എന്നെപ്പോലെ ഒരുപാട് സ്ത്രീകളുണ്ട്. നിങ്ങൾ എന്നെ ഭ്രാന്തി എന്ന് മുദ്ര കുത്തി ഇവിടെ കൊണ്ടുവന്ന് തള്ളി. പക്ഷേ ഇന്നെൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസമാണ്. എൻ്റെ ജീവിതത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണമെന്ന് ഞാൻ ആ അരുണിമയിൽ നിന്നും പഠിച്ചു. നഷ്ടപ്പെട്ടു പോയ ശക്തി തിരിച്ചു കിട്ടിയ സ്ത്രീയാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഈ അഞ്ജന. വൈകാതെ എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ മകൾ റാണിയും വന്നു ചേരും. അതോടെ ഇരട്ടി ശക്തിയാവും. അതെല്ലാം മനസ്സിലാക്കി ജീവിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. 1-2 ദിവസത്തിനകം ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകും. ആ വീട്ടിൽ നിങ്ങൾക്കും ഒരു സ്ഥാനമുണ്ടാകും. പക്ഷേ അവിടെ ഇനി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനായിരിക്കും. അത് ഓർമ്മയിൽ വേണമെന്ന് അഞ്ജന അദ്ദേഹത്തിൻ്റെ മുഖത്ത് ചൂണ്ടിയിട്ട് പറയാൻ കേട്ടോ. ഇതൊക്കെ കേട്ടതും ആകെ ആശ്ചര്യത്തോടെ നിൽക്കാൻ കേട്ടോ അവളുടെ ഹസ്ബൻഡ്. പിന്നീട് കാണിക്കുന്നത് അർജുൻ്റെ വീട്ടിലേക്ക് അഖിലും സ്നേഹയും വരികയാണ് കേട്ടോ. അവർ വന്നിട്ട് അമ്മയെ പൂജേച്ചി എന്നൊക്കെ ഉറക്കെ വിളിക്കുകയാണ്. ആ സമയത്ത് അങ്ങോട്ടേക്ക് മഹേശ്വരമ്മയെ മാധുര്യമ്മയൊക്കെ കടന്നു വരികയാണ് കേട്ടോ. മഹേശ്വരമ്മ ചോദിക്കുന്നുണ്ട്, നാളെ ഒരു ദിവസം കൂടിയും കഴിഞ്ഞാൽ പിന്നെ പരോളിനുള്ള അവസാന വാദമല്ലേ, അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്ന് പൂജേച്ചിയുമൊത്ത് ഞങ്ങൾ അവസാന വട്ടം ഒന്നിരുന്നില്ല. അന്ന് തന്നെ അവസാന വാദത്തിൻ്റെ ഒരുക്കങ്ങളും കഴിഞ്ഞിരുന്നു എന്ന് വെച്ചാൽ തുടക്കം തന്നെ ജയം ഉറപ്പിച്ചു എന്ന്. പിന്നീട് കനകേച്ചി അങ്ങോട്ട് ചായം കൊണ്ടുവരികയാണ്. അപ്പോൾ അത് കുടിച്ചിട്ട് സ്നേഹ പറയുന്നുണ്ട്, വളരെ കാലത്തിന് ശേഷം ഇങ്ങനെ ഒരു ചായ കനകേച്ചിയുടെ കയ്യിൽ നിന്ന് കുടിക്കുന്നത്. അപ്പോൾ കനകേച്ചി പറയുന്നുണ്ട്, അർജുൻ മോൻ ഇങ്ങനെയൊക്കെ ആയതിനു ശേഷം ഈ വീട്ടിലുള്ളവർക്കോ ഇവിടേക്ക് വരുന്നവർക്കോ ഒന്നും ഞാൻ ചായ കൊടുത്തിട്ടില്ല. അപ്പോൾ മാധുരി പറയുന്നുണ്ട്, ജീവിതമൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ സ്നേഹ പറയാണ്, അമ്മ വിഷമിക്കാതിരിക്കുക, എല്ലാം ശരിയാവാൻ പോകും. അർജുനേട്ടനെ നമ്മൾ പുറത്തിറക്കും. ഇനി നമ്മുടെ ആ പഴയ സന്തോഷം നമുക്ക് വീണ്ടും കിട്ടും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ കേട്ടോ. എന്തായാലും അർജുനെ അറിയുന്നവരൊക്കെ അവനെ വിശ്വസിക്കുന്നുണ്ട്. ഒരു അവഹേളനം പോലും അവരവന് പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ മഹേശ്വരി അമ്മ പറയാണ്, അർജുനെ അറിയുന്നവരെ അവൻ്റെ മഹത്വവും അറിയും എന്ന് പറയാൻ കേട്ടോ. പിന്നെയാണ് അങ്ങോട്ടേക്ക് പൂജ വരുന്നത്. അപ്പോൾ സ്നേഹ പൂജയോട് പറയുന്നുണ്ട്, പൂജേച്ചി നമ്മുടെ എല്ലാ റെക്കോർഡ്സും ഈ പെൻഡ്രൈവിലാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് പെൻഡ്രൈവ് കൊടുക്കാൻ കേട്ടോ പൂജയ്ക്ക്. ഇതിൻ്റെ കോപ്പി 2 സേവ് ചെയ്തിട്ടുണ്ട്. സ്വാതിയുടെ വോയിസും CCTV ഫുട്ടേജും എല്ലാം ഉണ്ട് ഇതിൽ. പിന്നെ ഇത് ഡോക്യുമെൻസിൻ്റെ പകർപ്പ് എന്ന് പറഞ്ഞ് ഒരു പേപ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ പൂജയുടെ കയ്യിലേക്ക്. അപ്പോൾ പൂജ താങ്ക് യു സ്നേഹ എന്ന് പറയാണ്. അജുവേട്ടൻ തിരിച്ചു വന്നതിന് ശേഷം ഇതിനൊക്കെ കൂടുതൽ ഫീസ് ഞാൻ നിനക്ക് തരുന്നുണ്ട് എന്ന് പറയാം കേട്ടോ. അപ്പോൾ സ്നേഹ പറയാണ്, ഫീസൊന്നും വേണ്ട ചേച്ചി, അർജുൻ സാറിനോട് പറഞ്ഞാൽ മതി. ഇനി എല്ലാവരിലും മനസ്സലിയരുത് എന്ന്, ചതിക്കുന്നവരെ തിരിച്ചറിയാൻ കൂടി പഠിക്കണമെന്നും. അതൊക്കെ ഇനി പറയാതെ തന്നെ അജുവേട്ടൻ പറിച്ചു കഴിഞ്ഞു കാണും സ്നേഹ എന്നൊക്കെ പൂജയും പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അഖിൽ പറയാണ്, അല്ല അർജുനേട്ടൻ്റെ അടിസ്ഥാന സ്വഭാവം നമ്മളായിട്ട് മാറ്റാൻ പോകണ്ട, അതും കൂടെ ചേർന്നാലേ അർജുനേട്ടനാകുള്ളൂ എന്നൊക്കെ അഖിലും അഭിപ്രായപ്പെടുക കേട്ടോ. പിന്നീട് അച്ഛമ്മ പറയുന്നുണ്ട്, 3 ദിവസം കൂടി കഴിഞ്ഞാൽ നൂലുകെട്ടാണ്, അതിനുള്ള സാധനങ്ങൾ വാങ്ങണം, ഒരുക്കങ്ങൾ തുടങ്ങണം, അതൊക്കെ ഞാനും കനകേച്ചിയും കൂടി തീരുമാനിച്ചോളാം എന്ന് പൂജയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കനകേച്ചി പറയുന്നുണ്ട്, അതെ എന്തായാലും കൃഷ്ണമോൾക്ക് എൻ്റെ വക ഒരു വള എനിക്ക് വാങ്ങണം. അതൊന്നും വേണ്ട ചേച്ചി എന്ന് മാധുരി പറയുമ്പോൾ കനകേച്ചി പറയാണ്, എന്താ അപ്പം ഞാൻ ഈ വീട്ടിലെ അംഗമല്ലേ, അങ്ങനെ ഉദ്ദേശിച്ചല്ല ചേച്ചി, ചേച്ചി വെറുതെ എന്തിനാ കഷ്ടപ്പെടുന്നെന്ന് പറയാം. ചേച്ചിയുടെ ചെറുമകൾ തന്നെയാണ് കൃഷ്ണമോൾ, അതുകൊണ്ട് ചേച്ചി ഇഷ്ടപ്പെട്ട് ചെയ്തോ എന്നും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പൂജയോട് പറയുന്നുണ്ട്, പൂജമോളെ നമുക്ക് ഇന്ന് തന്നെ പോയി ഒരുക്കങ്ങളെല്ലാം തുടങ്ങണം എന്ന് പറയാണ് കനകേച്ചി. പിന്നീട് കാണിക്കുന്ന സ്നേഹസദനമാണ്. അവിടെ പ്രിയ അകത്തേക്ക് നടന്നു പോവാണ്ട്. ആ സമയത്ത് തൊട്ട് പിന്നാലെ തന്നെ അവളെ വാച്ച് ചെയ്തുകൊണ്ട് മധുമിത ആൻറ്റിയും ഉണ്ട്. അങ്ങനെ അവൾ വന്നിട്ട് ഒരു ടേബിളിൽ ഇരുന്നിട്ട് ഒരു ഫോൺ എടുക്കാൻ കേട്ടോ. ആ സമയത്തൊക്കെ അവൾ മധുമിതയെ കാണുന്നുണ്ട്. എന്നിട്ട് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടേ ഫോൺ എടുക്കുകയാണ്. മധുവാട്ടെ പിന്നാലെ വന്നിട്ട് ഒളിഞ്ഞു നോക്കാൻ കേട്ടോ അവൾക്ക് എന്താ പണിയെന്ന്. അങ്ങനെ അവൾ ഫോൺ എടുത്ത് ആർക്കോ ഫോൺ ചെയ്യാൻ കേട്ടോ. ഇതൊക്കെ കണ്ടു നിൽക്കുന്ന മധു മനസ്സിൽ വിചാരിക്കാൻ, നിന്റെ സകല കലാരഹസ്യങ്ങളും ഞാൻ ഇന്ന് കണ്ടുപിടിക്കുമെടി, നീ ആരെയാണ് വിളിക്കുന്നത് എന്ന് നിന്റെ ഫോണിലെ നമ്പർ വെച്ച് ഞാൻ കണ്ടുപിടിക്കും. ഇത് ഏതോ കൂട്ടുകാരിയാണോ അതോ സ്വാതി തന്നെയാണോ, എന്തായാലും ഇന്ന് ഞാൻ കണ്ടുപിടിക്കും. ഇവളൊന്നും മിണ്ടാതിരുന്ന് ശ്രദ്ധിക്കുകയാണല്ലോ, കൊള്ളക്കാരുടെ രീതികളൊക്കെ ഇങ്ങനെയാ. പിന്നീട് ഒരുപാട് നേരം പ്രിയ ഫോൺ കോൾ ശ്രദ്ധിച്ച് നിൽക്കാൻ കേട്ടോ. പിന്നീട് അവൾ എന്തൊക്കെയോ സംസാരിക്കുന്നത്. അങ്ങനെ അവൾ ഫോൺ കട്ട് ചെയ്യാണ്. അവൾ തിരിഞ്ഞു നോക്കിയത് മധുവിനെ കാണാൻ കേട്ടോ. അപ്പോൾ എന്താ ആൻറ്റി എന്ന് ചോദിക്കണം മധുവിനോട്. അപ്പം മധു പറയുന്നുണ്ട്, ഞാൻ മുറിയൊക്കെ ഒന്ന് അടിച്ചു വാരാൻ വന്നതാ. അപ്പോൾ കയ്യിൽ ചൂലില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രിയ. അപ്പോൾ മധു ചിരിച്ചുകൊണ്ട് പറയണം, അതല്ലേ രസം, അടിച്ചു വാരാൻ നോക്കിയപ്പോഴാണ് കയ്യിൽ ചൂലില്ല എന്ന് മനസ്സിലായത്. ഇങ്ങനെ പറഞ്ഞിട്ട് പ്രിയയുടെ അടുത്തേക്ക് പോവാണ്. മറവിയുടെ എങ്ങനെയായിട്ട് മറവിയോട് മറവിയ എന്ന് പറഞ്ഞിട്ട് മധു മനഃപൂർവ്വം ചിരിക്കാണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോൾ എന്താ ഫോൺ ചെയ്യായിരുന്നല്ലേ. അതെ ആൻറ്റി, ഒരു പ്രധാനപ്പെട്ട കോളാണെന്ന് പ്രിയ പറയുമ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് മധു, നിൻ്റെ പ്രധാനപ്പെട്ട കോളൊക്കെ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി എന്ന് പറയാണ്ട്. പിന്നീട് പ്രിയ ഓക്കെ ആൻറ്റി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ മധു ചോദിക്കുന്നുണ്ട്, മോൾക്ക് എന്താ എന്നോടൊരു അകൽച്ച പോലെ. പ്രിയ പറയാണ്, അകൽച്ചയോ, എനിക്ക് അങ്ങനെയൊന്നുമില്ല ആൻറ്റി, അതൊക്കെ ആൻറ്റിക്ക് തോന്നുകയാണ് എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവാൻ കേട്ടോ. ശേഷം മധു മനസ്സിൽ വിചാരിക്കുകയാണ്, നിന്റെ കള്ളത്തിരക്കെ ഞാൻ പൊളിച്ചടുക്കുമെടി എന്ന് പറയാൻ കേട്ടോ. പ്രിയ ആവട്ടെ ആ ഫോണ് മേശയിൽ വെച്ചിട്ടാണ് കേട്ടോ എണീറ്റ് പോയത്. പിന്നീട് കാണിക്കുന്നത് നന്ദഗോപനും പൂജയും തമ്മിൽ മീറ്റ് ചെയ്യാണ്. പൂജ ചോദിക്കുന്നത്, എന്തിനാ അച്ഛൻ എന്നോട് അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത്. മോളെ ജാമ്യാപേക്ഷയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുൻപ് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിനാണ് നിന്നെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്. വീട്ടിൽ വെച്ച് സംസാരിക്കാൻ പറ്റുന്ന കാര്യമല്ല,
അതുകൊണ്ടാണ് എന്ത് കാര്യമാണെങ്കിലും അച്ഛൻ എന്നോട് പറയാം. കാരണം 2 കൈയും കൈവിട്ട അവസ്ഥയിലാണ് ഞാനിപ്പോൾ എന്ന് പൂജ പറയാണ്. ഒന്നിൽ നിന്ന് ഒന്ന് മാറി പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ജീവിതം. ഈ അവസ്ഥയിൽ ഒരു ആമുഖമൊന്നും വേണ്ട, അച്ഛൻ എന്തും എന്നോട് പറയാം. അച്ഛൻ അജുവേട്ടൻ്റെ ജാമ്യാപേക്ഷയെക്കുറിച്ച് സംസാരിക്കാനാണോ വിളിച്ചത് എന്ന് ചോദിക്കുകയാണ്. അല്ല മോളെ, എനിക്ക് കിടന്നാൽ ഉറങ്ങാൻ കഴിയുന്നില്ല, ഒരു സ്വസ്ഥയുമില്ല, ശ്വാസം വരെ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. നിന്റെ ജീവിതത്തിലുണ്ടായ എല്ലാ തിരിച്ചടികളുടെയും കാരണക്കാരൻ ഞാനാണ്. ആ കുറ്റബോധം എൻ്റെ ജീവിതത്തെ വല്ലാതെ തളർത്തുന്നു. ജാമ്യാപേക്ഷയിൽ കോടതിയിൽ നിന്നും അനുകൂലമായൊരു വിധി ഉണ്ടായിട്ടില്ലെങ്കിൽ മോൾ എന്നോട് ക്ഷമിക്കണം. അച്ഛൻ്റെ മനസ്സ് വിചാരിക്കുന്നിടത്ത് വാക്കുകൾ വഴങ്ങുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ആക്സിഡൻറ്റിൽ നിന്നെയും അമ്മയും തിരിച്ചറിയാതെ വർഷങ്ങളോളം ദിവസങ്ങളോളം ഞാൻ മറ്റൊരു ലോകത്ത് മറ്റൊരവസ്ഥയിലായിരുന്നു. പിന്നീട് ആ അപകടം ഒരു ചതിയായിരുന്നെന്നും നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെന്നും എനിക്കറിയില്ലായിരുന്നു. മോളെ, പിന്നീട് നീയാണ് എൻ്റെ കണ്ണ് തുറന്നത്. പക്ഷേ അന്ന് നിന്റെ കണ്ണുനീരോ മനസ്സോ ഒന്നും ഞാൻ കണ്ടില്ല. ഞാൻ എൻ്റെ മകളായി കൊണ്ടു നടന്നത് ആ പ്രിയയാണ്. അവിടെ മുതൽ ഞാൻ എനിക്കും കടക്കാരനാണ്. ഇപ്പോൾ ഇതാ ഈ അവസ്ഥയിലും നിന്റെ കടം വീട്ടാനാവാതെ ഞാൻ നിന്റെ മുന്നിൽ തല കുനിച്ചു നിൽക്കുന്നു. ഒരു അധപാതകനായ പിതാവാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് നന്ദഗോപൻ വിഷമിക്കാണ്ടോ. ഇതൊക്കെ പൂജ ചോദിക്കുകയാണ്, ഇത്രയുള്ള അച്ഛ, ഇതാണ് ഇത്ര വലിയ കാര്യം? അച്ഛനൊന്ന് ഓർത്ത് നോക്കിയേ, എനിക്ക് കിട്ടാവുന്നതെല്ലാം നഷ്ടത്തിൻ്റെ കണക്കുകളാണ്. അനാഥത്വം പിടിച്ച ബാല്യത്തിനൊടുവിൽ സ്വന്തം അച്ഛനെ തിരിച്ചറിഞ്ഞപ്പോൾ അച്ഛനെ മറ്റൊരുവൾ തട്ടിയെടുത്തു കഴിഞ്ഞിരുന്നു. അവൾ പലയിടത്തും പല തവണ എന്നെ തോൽപ്പിച്ചു. എന്നിട്ടും ഞാൻ പതറിയില്ല. ഞാൻ പോരാടിയാണ് എൻ്റെ അച്ഛനെ നേടിയത്. അതുപോലെ തന്നെയാണ് എനിക്ക് എൻ്റെ അജുവേട്ടനെ കിട്ടിയതും. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അജുവേട്ടൻ. പക്ഷേ ആ ഭാഗ്യത്തെ നേടിയെടുക്കാൻ ഞാൻ പിന്നിട്ട കഷ്ടപ്പാടുകളും വേദനയും വേറെ ആരും കണ്ടിട്ടില്ലെന്ന് മാത്രം. എൻ്റെ ആ സൗഭാഗ്യത്തെ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് തിരിച്ചു പിടിക്കലാണ് എൻ്റെ ആദ്യത്തെ ലക്ഷ്യം. അതിനച്ഛൻ എൻ്റെ കൂടെ നിന്നാൽ മതി. ഇങ്ങനെയൊക്കെ പൂജ പറയുമ്പോൾ നന്ദനാകെ വല്ലാണ്ട് വിഷമാവുകയാണ്. അങ്ങനെ അദ്ദേഹം, ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി മാക്സിമം ശ്രമിക്കും മോളെ. അർജുനെ പുറത്തിറക്കുക എന്നുള്ളത് എൻ്റെ കൂടി ആവശ്യമാണ്. എൻ്റെ മോൾക്ക് വേണ്ടി അച്ഛൻ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ഞാൻ ചെയ്യും എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ഓക്കെ അച്ഛനെന്ന് പറഞ്ഞ് 2 പേരും പിരിയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ പൂജ അർജുൻ്റെ കോട്ടൊക്കെ എടുത്തിടുകയാണ് കേട്ടോ. അതിടുമ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്തൊരു ധൈര്യമാണ്. ഇങ്ങനെ അവളെ ഇന്ന് അർജുൻ്റെ വാദത്തിന് വേണ്ടിയിട്ടുള്ള തെളിവുകളൊക്കെ നിരത്തി അവൾ വാദിച്ചു കൊണ്ടേയിരിക്കാൻ കേട്ടോ. അതിൻ്റെ ആ റിഹേഴ്സൽ അവൾ റൂമിൽ കാഴ്ചവെക്കാൻ കേട്ടോ. ഇതെല്ലാം കേട്ടുകൊണ്ടേ പിന്നെ ഡോറിൻ്റെ അടുത്ത് മഹേശ്വരി അമ്മയും മാധുരി അമ്മയും നിൽക്കുന്നവരുണ്ടായിരുന്നു കേട്ടോ. അവളെല്ലാം പറഞ്ഞു കഴിഞ്ഞ ശേഷം അവർ ക്ലാപ്പ് ചെയ്യാണ്. ആ സമയത്താണ് പൂജ തിരിഞ്ഞ് നോക്കുന്നത്. അപ്പോൾ അവരെ കാണുമ്പോൾ പൂജയ്ക്ക് വല്ലാത്തൊരു ധൈര്യം ചമ്മലൊക്കെ തോന്നുകയാണ്. അപ്പോൾ മാധുരി അമ്മ പറയുന്നത്, വെൽഡൻ മോളെ, ഇങ്ങനെ തന്നെ എൻ്റെ മോള് വേണം. ഇങ്ങനെ പറഞ്ഞാൽ എന്തായാലും എൻ്റെ അർജുൻ മോൻ പുറത്തിറങ്ങും. എനിക്കിപ്പോൾ എന്തെന്നില്ലാത്തൊരു ആത്മവിശ്വാസമുണ്ട് മോളെ. ഇന്ന് എന്തായാലും എൻ്റെ മോന് ജാമ്യം കിട്ടും എന്നൊക്കെ പറഞ്ഞ് അവർ വല്ലാണ്ട് ആശ്വസിക്കാൻ കേട്ടോ. അങ്ങനെ അവരെ കോടതിയിലേക്ക് പോകാൻ ഇറങ്ങാണ്. അവിടെ സ്നേഹയും അഖിലും പൂജയുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പൂജ ഇറങ്ങാൻ സമയം എല്ലാവരോടും പറയുന്നുണ്ട്, നാളെയാണല്ലോ കൃഷ്ണമോളുടെ നൂലുകെട്ട്. അതുകൊണ്ട് തന്നെ നാളെ ഈ സമയത്ത് നമുക്ക് സന്തോഷ നിമിഷമായിരിക്കും. തീർച്ചയായിട്ടും അജുവേട്ടനെ ഞാൻ ഇറക്കി കൊണ്ടുവരും. നമ്മളുടെ ലക്ഷ്യം ഇന്ന് ഫലം കാണാൻ പോവുകയാണ് എന്നൊക്കെ പൂജ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ അവിടെ നിന്ന് ഇറങ്ങാണ്. പിന്നീട് കാണുന്നത് റെസ്ക്യൂ ഹോമിലെ സ്വാതിയെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ വക്കീലെത്തിയിട്ടുണ്ട് കേട്ടോ. അദ്ദേഹം ചോദിക്കുന്നതിന് സ്വാതിക്ക് പേടിയുണ്ട്. ഈ വാദപ്രതിവാദത്തിൽ ഒന്നും കൈവിട്ട് പോകരുത്. ഇതൊരു നിസ്സാര കാര്യമല്ല, ജീവിതമെന്ന പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ അർജുന് വേണ്ടിയിട്ട് ആ പൂജയും മറ്റു ആളുകളും ഒരു ജീവിതമരണ പോരാട്ടം തന്നെ അവിടെ നടത്തും. അതുകൊണ്ട് നീ ഒട്ടും പേടിക്കുകയോ നിൻ്റെ ഭാഗത്തു നിന്നും അരുതാത്തതായിട്ട് ഒന്നും പറയാനോ നോക്കരുത്. വളരെ സൂക്ഷിച്ച് വേണം അവരുടെ മുന്നിൽ സംസാരിക്കാൻ എന്നൊക്കെ പറയാൻ കേട്ടോ ആ വക്കീൽ. സ്വാതി പറയുന്നുണ്ട്, എനിക്കെല്ലാം അറിയാം സർ. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് വീണ്ടും പറയുകയുള്ളൂ. അല്ലാതെ എന്നിൽ നിന്നും പുതുതായിട്ട് അവർ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് കിട്ടില്ല. ഇതെൻ്റെ ഉറച്ച തീരുമാനമാണ്. എനിക്കെൻ്റെ അച്ഛനെ എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് ഇറക്കണം. അതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരവിടെ നിന്ന് ഇറങ്ങുന്നത്. പിന്നീട് കാണിക്കുന്നത് കോടതിയിൽ അർജുനുള്ള ജാമ്യ അപേക്ഷയുടെ ഭാഗമായിട്ടുള്ള വാദത്തിന് വേണ്ടിയിട്ട് പൂജയും അഖിലും സ്നേഹയും അതുപോലെ തന്നെ സ്വാതിയും അവളുടെ വക്കീലും പോലീസും എല്ലാവരും എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ വരും എപ്പിസോഡുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അർജുന് ഈ വാദത്തിലൂടെ ജാമ്യാപേക്ഷ കിട്ടുമോ അതോ ഇല്ലയോ എന്ന് അത് നമുക്ക് കാത്തിരുന്ന് കാണാം.